സാമ്പത്തിക ഇടപാടിനെ കുറിച്ചും ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരാളോട് സാമ്പത്തിക ഇടപാട് സംസാരം ഞാൻ ഇതുവരെ നടത്തിയിട്ടില്ല. അപ്പൊ അടുത്ത ദിവസം ഇതിനെല്ലാം വളരെ വൈകാരികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടത്തും. ഇതൊരു പൊട്ടമ്പൂച്ചയാണ് നമ്മുടെ വീട്ടിലത്തെ പഞ്ചപാവം കുട്ടിയില്ലേ ഇത് അല്ലേ? നമ്മുടെ കുഞ്ഞാവാണ് ഇത്. കുഞ്ഞാവ് പൂച്ചയാണ് ഇത്. ആരെപ്പോലെ? അജുനെ പോലെ. പിന്നെ അതേപോലെ നമ്മുടെ കുഞ്ഞാണിത് കേട്ടോ. നമ്മുടെ കുഞ്ഞാണേ. കുറുമ്പ കുറുമ്പ അമ്മേ. ഇന്നലെ പോയപ്പോ വാങ്ങിയത് അല്ലേ? ഞാൻ വരുന്ന അറിയായിരുന്നോ? അത് ഇന്നലെ ഉണ്ടാക്കിയില്ലേ അപ്പൊ നിങ്ങളിത്? ഇല്ല, ഇന്നലെ രാത്രിയല്ലേ കൊണ്ടുവന്നത്. അപ്പൊ ഇന്നത്തേക്ക് തിളപ്പിച്ചു വെച്ചു. എന്നിട്ട് ജസ്റ്റ് കേട്ടോ ഇന്ന് കറിയാക്കിയത്. കുറെ കാലായി. എന്താ സംഭവം? എനിക്കറിയാം എന്താണ്. അല്ല, ശ്രീ ചേച്ചിക്ക് അറിയാതെ എനിക്കറിയാം. എനിക്കറിയണ്ടാവില്ലല്ലോ. എന്താണ് പേരെന്തേന്നോ? എരുന്ത്. ഗൾഫിൽ പോയി വെച്ചിട്ട് അല്ലല്ല, സത്യമായിട്ട് എനിക്ക് ഞാൻ ഇതിനെ ഇരുന്നാ പറയാ. പിന്നെ ഞാൻ വേറെന്താ പറയാറ്? പിന്നെന്താ നീ തെറ്റുള്ള പോലെ പറഞ്ഞേ? അതല്ല, ആലോചിച്ച് ആലോചിക്കാണ്ടപ്പോ പറഞ്ഞു. തിന്നണേനിടയിൽ പിന്നെ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. അല്ല, ശ്രീ ചേച്ചി പറയാതെ ഞാനല്ലോ പറയുന്നത്. ശ്രീ ചേച്ചി പറയാം. ചിക്കുണ്ടാക്കിയോണ്ട് പറയല്ല. പണ്ടാ തിന്നണ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. വെറൈറ്റി ടേസ്റ്റ്, ന്യൂ ടേസ്റ്റ്. അജു എന്നിട്ട് അജു അത് പറഞ്ഞപ്പോഴാ അജുവിന്റെ ഫേവറേറ്റ് ഒരു സാധനം കേട്ടോ. എന്റെ അടുത്ത് ഇവര് വരുമ്പോ കൊടുത്തയക്കോന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. ഏത്? ഇടിയർച്ചയോ? അല്ല, മറ്റേ ഉള്ളി വെച്ചിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഉള്ളി ചമ്മന്തി. അതിന് ഇത്ര ഫേവറേറ്റ്? അതെങ്ങനെയാ കൊടുത്തയക്കാൻ പറ്റുക? അല്ല, ഞാനതല്ല, ഞാൻ ആ റെസിപ്പി ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ആജു പുളിയുമ്പോ കയറ്റിയതാണ്. ചിക്കോ കേറല്ലേ? എന്താ അതിനൊരു പ്രശ്നം? എന്താ, വളരെ എളുപ്പമാണ്. സോ ടേസ്റ്റി. നമുക്ക് ആലോചിക്കാം. ഇപ്പൊ തന്നെ ഉണ്ടാക്കണോ? വേണ്ട 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 വേണ്ട, ഇന്നതില്ല, ഇത് മതി. അല്ല, ഒന്ന് മൂള്. നമുക്ക് സമയമുണ്ടല്ലോ. ഞാൻ ഉണ്ടാക്കാം. ഇന്ന് തൽക്കാലം ഇത് മതി. സൂപ്പർ ആകട്ടോ അത്. അക്കുവിന്റെ ചെറുപ്പത്തിലെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ മുട്ട ബജ്ജി. ഇതെന്താ സാധനം? ഷവർമയാണത്? മിനി ഷവർമ റോൾ വേണോ? ഷവർമേന്റെ ഡ്യൂപ്ലിക്കേറ്റാ? അല്ല അല്ലേ? അക്കുവിന് മുട്ട ബജ്ജി മതി. അക്കുവിന് മുട്ടേന്ന് ഇരട്ടപ്പേര് വിളിക്കണ ഈ മുട്ട ബജ്ജിയോ ഇഷ്ടമായിട്ടാട്ടോ. ചെറുപ്പത്തില് എത്ര മുട്ട ബജ്ജി വരെയൊക്കെ തിന്നുമായിരുന്നു? 2 പോടാ അവിടുന്ന് 5 6 തിന്നുമായിരുന്നു. ചിക്കു എങ്ങോട്ടാ? ചിക്കു എന്തുണ്ടാക്കാനാ? ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഈ കറി ഉണ്ടല്ലോ. ആവശ്യമില്ലടി, നാളെ ആക്കാം. വേണ്ട വേണ്ട, ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു സ്പെഷ്യൽ ഡിഷിന് വേണ്ടി നമുക്ക് ആവശ്യം 2 ഉള്ളി കഴുകണം. ആകെ കറുത്തിരിക്കണം ഉള്ളി. ഒരാള് അത് അച്ഛൻ പോവല്ലേ? വന്നരിഞ്ഞാ വന്നരിഞ്ഞ ഞാൻ കഴുകി തരും. അപ്പൊ അച്ഛൻ കത്തി എവിടെ? കത്തിപ്പോയതാണോ? കത്തിയല്ല, അച്ഛന്റെ കയ്യിലിരിക്കുന്നത്. ഞങ്ങളെ വീട്ടിലെ ഉള്ളി അച്ഛൻ അരിഞ്ഞാലേ ശരിയാവുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ ഞാനിങ്ങനെ അറിയുള്ളൂ. അല്ല, ആവശ്യമുണ്ട്. 2 ഉള്ളി അരിയായി അച്ഛനെ വിളിച്ചിട്ടല്ലേ? എന്നാ ഉള്ളി ഇങ്ങനെ അരിയാം. ശരിക്കും വേണ്ടത് ഹാഫ് മൂൺ ഷേപ്പിലാ വേണ്ടത്.
എന്റെ കൈ ഇപ്പൊ ചോരോട്ടു. ഞാൻ ആളെ മാറ്റിയിരിക്കുന്നു, എന്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അച്ഛാ ഓ മുറിക്കൂ കേട്ടോ. കൈ മുറിച്ചിട്ട് വിട്. ആ കത്തി പറ്റൂല. അക്കു എല്ലാരെ ചോരയും കണ്ട കത്തിയാണത്. അല്ല എല്ലാരെ ചോരയും കണ്ട കത്തി. ആ അപ്പൊ ടേക്ക് 2 ഉള്ളീസ്, കട്ട് into pieces. Okay? അക്കു ഷവർമ വേണ്ടേ? എടാ അക്കു, ഇന്ന് ഈ ചമ്മന്തി കൂട്ടിയിട്ട് വേണം കേട്ടോ ചോറുണ്ണാൻ. പോക്കുന്റെ മാനം കാക്കണം. എന്താ ഇവിടെ ഫൈറ്റ്? എന്താ ഫൈറ്റ്? ചന്തുന്റെ കുട്ടിക്ക് ഒരു ഒന്ന് കൊടുക്കടാ, പാവല്ലേ എന്റെ നന്ദ അല്ലേ? അമ്മ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്റെ പാവല്ലേ, എന്റെ പാവല്ലേടാ, ഒന്ന് കൊടുക്കടാ. അടുത്ത വണ്ടി റെഡി. ഇതാ ചന്തു ഇതിൽ കയറിക്കോ. ഇനി ഓനിത് മതി. നന്ദ ആകെ പ്രശ്നമാണല്ലോ ഇവിടെ വന്നിട്ട് അല്ലേ? നന്ദയ്ക്ക് ഒന്നും കിട്ടുന്നില്ലല്ലോ. എന്തിനാണ് കളിച്ചോട്ടെ അവള്, ചേച്ചി കളിച്ചോട്ടെ. കുട്ടി ആനപ്പുറത്ത് കയറിയ, ആനപ്പുറത്ത് കയറിയ, ഇവിടെ കയറിയ. ഇതിപ്പം ചന്തുവിന്റെ സാമ്രാജ്യത്തേക്കാണ് നന്ദ വന്നിരിക്കുന്നത്. നന്ദയ്ക്ക് ഒന്നും തൊടാൻ പാടില്ല ഇവിടെ. അമ്മ കുട്ടി ഈ വണ്ടിയിൽ ഇരുന്നോ. ബാ നന്ദ, ബാ അമ്മ കുട്ടി ഈ വണ്ടി ഇരുന്നോ. നന്ദ ഇറങ്ങി കൊടുക്കും. ഈ വണ്ടിയിൽ ഇരുന്നോ അമ്മേന്റെ മോള് ഇരുന്നോ. അമ്മേന്റെ കുട്ടി ഈ വണ്ടിയിൽ ഇരുന്നോ. ബാ സൂപ്പർ. പി പി എങ്ങനെ അടിക്കുക ചന്തു? അങ്ങനെ നമ്മുടെ ഡിഷിന് വേണ്ട സാധനങ്ങൾ ആയിരിക്കുന്നു. കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് പുളി, അത് കേൾക്കരുത്, കുറച്ച് പുളി, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. അത് കട്ട് ചെയ്യണേ. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഇത്രയും സാധനങ്ങൾ ഒന്നിച്ച് ഒന്നിച്ച്. അജുവിന്റെ സ്പെഷ്യലാണ് ഇപ്പൊ വേണ്ടത്. പക്ഷെ അജു ഇല്ലാതെ നീ ഇത് എന്തിനാ ഉണ്ടാക്കുന്നേ? ഇത് അജുവിനല്ല, ഇത് എക്സ്ക്യൂസ് മീ, അത് കേൾക്കരുത്, ഇത് മാത്രം കേട്ടാ മതി കേട്ടോ. ചന്തു ചന്തു അല്ല ചെക്ക, എന്താ ഇത്ര കുറുമ്പ്? ഞങ്ങള് പോവൂട്ടോ തിരിച്ച്. ആ തീരുമാനായില്ലേ? അമ്മക്ക് കിട്ടിയില്ലേ? ആർക്ക് പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടിയായിട്ടല്ലേ? ഗുഡ് ബോയ് ആവനല്ലോ, ഗുഡ് ബോയ് ആവനെ. അടിക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇല്ല, ഞങ്ങളത് ഗുഡാ. അപ്പൊ നമ്മള് ഈ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. പിന്നെ ചട്ടിക്ക് ഒരു കാതില്ല, അത് എക്സ്ക്യൂസ് മീ ഒന്ന് ക്ഷമിക്കണം. ആർക്ക് ക്ഷമിക്കണം? അല്ല, വേറെ ആൾക്കാർ കാണുമ്പോൾ ഒരു കാതിൻ്റെ വികലാംഗനായ ഒരു ചട്ടിയാണ്, എല്ലാവരും ഒന്ന് സഹകരിക്കണം. ഇതിലേക്ക് ഈ ഉള്ളി ഇടുന്നു, പിന്നെ കുറച്ച് പുളി, മഞ്ഞപ്പൊടി, മുളക് പൊടി. എൻ്റെ അക്കുവിന് എരിവ് കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് നല്ലോണം വാട്ടിയെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, കുറഞ്ഞാലും സാരല്ല, കൂടരുത്. എന്റെ ദൈവം, എന്റെ കുട്ടീനെ ഇങ്ങനെയൊക്കെയാണോ വലിക്കുക? ഇതാണ് നല്ലത്. ഇപ്പൊ ഒന്ന് സെറ്റായി അല്ലേ? ഇത് ഒരുപാട് വാട്ടേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നമ്മളിത് ചൂടാക്കിയിട്ട് അരയ്ക്കണം. ചൂടാക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ട് ഞാനിതുപോലെ ചൂടോടെ മിക്സി ജാറിലിട്ടിട്ട് എന്നിട്ട് കറക്കി, ജാറൊക്കെ ആ പ്രഷർ കാരണം, ചൂടിൻ്റെ പ്രഷർ കാരണം തെറിച്ച് ചുമരൊക്കെ നാശമായി, നഷ്ടം കൊള്ളായി. അപ്പോൾ ആർക്കും അങ്ങനത്തെ അബദ്ധമൊന്നും പറ്റരുത്.
ചൂടാറിയതിനു ശേഷം മാത്രമേ മിക്സിയിൽ ഒരു സാധനം അരയ്ക്കാൻ പാടുള്ളൂ. എല്ലാവർക്കും അറിയുണ്ടാവും. ഈ തലയെക്കെട്ട് കെട്ടി ചിക്കു ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ കരുതും ഈ വീട്ടിലെ എക്സ്പേർട്ട് കുക്കാണെന്ന്. വല്ലപ്പോഴും അടുക്കള കണ്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കണ്ടേ. ആ പക്ഷെ അങ്ങനെയൊന്നുമില്ല. എനിക്ക് നല്ലോണം ഫുഡ് ഉണ്ടാക്കാറൊക്കെ ഇഷ്ടാണ്, പക്ഷെ ഉണ്ടാക്കല് കുറവാണ്. ഉണ്ടാക്കലുണ്ടോ? എരുന്തുകറി നീയല്ലേ വെച്ചേ? രസമുണ്ട്. അങ്ങനെ നമ്മുടെ അജുവിന്റെ ഫേവറേറ്റ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അജുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അല്ല, ടേസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല, ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഞാൻ ആദ്യം ശ്രീ ചേച്ചിക്ക് കൊടുക്കാൻ വിചാരിച്ചു, പക്ഷെ കൊടുക്കൂല. കാരണം ശ്രീ ചേച്ചി നല്ലത് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്, ചിലപ്പോൾ മാറ്റി പറഞ്ഞാലോ. അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം. അക്കു സത്യം മാത്രമേ പറയുള്ളൂ. ആര്? അക്കു? അത് പണ്ടത്തെ അക്കു. അക്കു എൻ്റെ പൊന്നാണ്. അക്കു സത്യം പറയും. കൊടുത്തു നോക്ക്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചോറിൻ്റെ കൂട്ടത്തിൽ നല്ല രസമുള്ളൊരു സാധനമാണ്. വെറുതെ അല്ല, അജു ഇത് ഫുൾ ടൈം ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുത്ത് വെക്കും എപ്പോഴും. എന്നിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കും. ചോറിനൊക്കെ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും. അക്കുന് കൊടുക്കാം ഫസ്റ്റ് ഉണ്ടോ. നന്ദക്കുട്ടി ഇപ്പൊ വരും. ഇവനാണ് കേട്ടോ, സത്യത്തിലുണ്ടല്ലോ. അക്കു ചന്തു വന്നാലും ഉണ്ടല്ലോ, ഞാൻ ഇപ്പോഴും ചന്തുവിനെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നൊരു ധൃതിയിലൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അക്കുനെ വിളിക്കാറ്. ഞാൻ എപ്പോഴും അക്കുനോട് പറയാറുണ്ട്. എക്സ്ക്യൂസ് മീ, അത് കേൾക്കണ്ട, ഞാൻ പറയണത് കേട്ടാ മതി. അപ്പോ കോക്കുവിന്റെ ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത് ആരാണ്? അക്കുവാണ്. അപ്പൊ ഇന്നത്തേത് ഇവിടെ തീർന്നു കേട്ടോ. എന്താ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാലേ തിന്നുള്ളൂ. എങ്ങനെയുണ്ടടാ? ഇഷ്ടായോ? ഇഷ്ടപ്പെടാത്ത സാധനം ഞങ്ങൾ കഴിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഈ നന്ദേനെ കഴിപ്പിക്കും, എന്നാലേ ഞാൻ സമ്മതിക്കുള്ളൂ. എന്റെ ഫസ്റ്റ് ബേബി ആരാ? അക്കു. നന്ദേന്റെ അടുത്ത് ഇത് അടവൊന്നും നടക്കൂലേ, അതാണ്. ഇതൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ പറയോ? ഇതാരാ വിളിക്കണേ അറിയോ? അജു അജു നോക്കടാ, ഇത് കണ്ടോ? അണക്ക് 110 ആയിഷ നോക്കി. ഇവിടെ ഉണ്ടാക്കിയേക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് ഐറ്റം ഉണ്ടാക്കിയേക്കുന്നേ. ഞാൻ കരുതി ഓനും കുക്കിംഗ് കണ്ടപ്പോ ഞാൻ ഇതന്നെ ഓനും ഉണ്ടാക്കാനോ എന്ന് ഞാൻ കരുതി. ഈ എന്താ ഉണ്ടാക്കുന്നേ? അപ്പൊ മീൻകറിനെയാണോ പരിപാടി എപ്പോഴും? എന്തിനാ ഇപ്പൊ മീശയൊക്കെ പഠിച്ചത്? അത് മനസ്സിലായില്ല. ആരാ എന്നോട് മീശ പഠിക്കാൻ പറഞ്ഞത്? ആർക്ക് വേണ്ടിയാ ഈ മീശ പഠിച്ചത്? അത് പറ. ഞങ്ങൾ വിശ്വസിച്ചു. എന്ത്? ഓ പിന്നെ യൂട്യൂബിൽ ഇടുന്നത് ഈ അറിയില്ല എന്നല്ലേ ഞാൻ കരുതാ. ഞാൻ തള്ളിയതൊന്നുമല്ല. ഞാൻ എടാ അജു, അത് സത്യമല്ലേ? അന്ന് ഗൂഡല്ലൂര് പോയ ടൈമില്, അല്ല ബന്ദിപ്പൂര് പോയ ടൈമില് എന്നെ ആന കുത്താൻ വന്നില്ലേ? പാന്റ് ഊരി ഓടിയപ്പോ ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞതാ. സോറി. സിബ് എടാ, ആ ഒരു സീനിനൊരു എഫക്ട് കിട്ടണമെങ്കിൽ ഈ പാൻ്റൊക്കെ ഇട്ട് ഞാൻ അങ്ങനെയാണ് ഒരു സീനാ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്തത്. ഒന്നുമില്ല, ഓന്റെ ആരാധികമാർ കേൾക്കുന്നതിൽ അവന് വിഷമായി. അതല്ലായിരുന്നു എന്റെ പ്രശ്നം. പെണ്ണങ്ങോട്ട് ഒതുങ്ങിയടാ. ചന്തു പെണ്ണിനെ ഞാൻ വരപ്പിക്കുകയാണ്. ഓളെ ഒരു ഉടായ്പും നടക്കണില്ല. ചന്തു സമ്മതിക്കണില്ല. തിന്നൂടെ
അപ്പോടെ പറയണ പോലെ ശ്രീജിത്ത് മൊത്തം കണ്ടന്റ് ആണല്ലോ. കുളിമുറിയിലൊരു കണ്ടന്റ്, കക്കൂസിലൊരു കണ്ടന്റ്, ഗോൾഡിലൊരു കണ്ടന്റ്.